അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ, അതായത് ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ച ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ. ഈ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുൻപായിട്ട് തന്നെ, ചിന്തിക്കുന്നതിന് മുൻപായിട്ട് തന്നെ മറ്റൊരു കാര്യം ആമുഖമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കാണുന്ന പാരമ്പര്യ കത്തോലിക്ക സഭകൾ, അതായത് മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴിലുള്ള സർവ്വസഭകളും, അവർ ഈ തിരുവചനം അവരും അവരുടെ ഈ മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴിലുള്ള സർവ്വ ഭരണാധികാരികളും, അതുപോലെ തന്നെ അവരുടെ ആ സഭയിലുള്ള മുഴുവൻ വിശ്വാസികളോടും, ആ സഭയിൽ, അതായത് മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴിലുള്ള സർവ്വസഭകളിലെയും വിശ്വാസികളോടും നേതൃത്വത്തോടുമാണ് ഈ തിരുവചനം പറയുന്നത്. കാര്യം സത്യസഭ ഏതാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ തെറ്റുകാര്യം വിശുദ്ധ ദൈവം സ്ഥാപിച്ച, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിച്ച ക്രിസ്തുവിൻ്റെ സഭ, അതായത് ദൈവത്തിൻ്റെ സഭ, സത്യസഭ ഏതാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ സത്യസഭയിൽ അംഗമായി ചേരുവാൻ എന്താണ് ദൈവം നൽകിയിരിക്കുന്ന പ്രമാണമെന്ന് നിങ്ങളെല്ലാവരും അറിയണം. ഞാനും ആ സഭയിലെ, ആ പാരമ്പര്യ സഭയിലെ, അല്ലെങ്കിൽ ആ റോമാ സഭയിലെ മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴിലുള്ള സഭയിലെ ഒരംഗമായിരുന്നു ഞാനും. 19 വയസ്സിൽ ഈ സത്യവചനം, ഈ സത്യം അറിഞ്ഞപ്പോൾ ഞാൻ ആ സത്യം അവരോട് പറഞ്ഞു, മേലധ്യക്ഷന്മാരോട് പറഞ്ഞു, വിശ്വാസികളോട് പറഞ്ഞു, സഹപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് വളരെയേറെ ശാരീരിക, മാനസിക, ആത്മീയമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സഭയിൽ നിന്നാരും പുറത്താക്കിയില്ല. സത്യവചനത്തിന് കീഴ്പ്പെട്ട് സത്യവചനത്തിനനുസരിച്ച് ഞാൻ തന്നെയാണ് ആ സഭ വിട്ട്. വേർപാട് എന്നുള്ള ആ ഉപദേശം, ആ ദൈവവചന സത്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ അവരിൽ നിന്ന് ഞാൻ വേർപെട്ട് സത്യസഭയിൽ അംഗമായി തീർന്നത്, ദൈവം സ്ഥാപിച്ച ദൈവസഭയിൽ അംഗമായി തീർന്നത്. അതുപോലെ നിങ്ങളെല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ സത്യവേദ പുസ്തകം അനുസരിച്ച് ക്രിസ്തു സ്ഥാപിച്ച ഈ ഭൂമിയിൽ സ്ഥാപിച്ച ദൈവസഭയുടെ അംഗങ്ങളായി തീരണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ സത്യ ഉപദേശം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും, ഇത് ഞാൻ പറയുന്ന വചനമായിട്ടല്ല, ദൈവം തന്നെ നിങ്ങളോട് പറയുന്ന വചനമായിട്ട് നിങ്ങൾ കേൾക്കണം. കാര്യം ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ആശയങ്ങളോ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളോ അല്ല. എന്നെ ഈ ആത്മീയ മർമ്മത്തിലേക്ക് നയിക്കുകയും അത് വെളിപ്പെടുത്തി തരികയും ചെയ്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്കും ഇത് വെളിപ്പെടുത്തി തരുവാൻ ഇടയായിത്തീരണം. അതിനു വേണ്ടി മാത്രമാണ് നിങ്ങളും ഞാൻ അനുഭവിക്കുന്ന ഈ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം, ഈ ദൈവസഭയുടെ സന്തോഷം, ഈ നിത്യജീവൻ്റെ സന്തോഷം നിങ്ങളും അനുഭവിക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോട്. കാര്യം ഒരു ജഡവും നശിച്ചു പോകുവാൻ, ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങളാരും നശിച്ചു പോകുവാൻ, സാത്താനും അവൻ്റെ സൈന്യത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് ആരും കടന്നു പോകുവാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ആ ദൈവ സ്നേഹമാണ് എന്നിൽ വസിക്കുന്നത്. ആ സ്നേഹമാവുന്ന ദൈവമാണ് എന്നിൽ വസിക്കുന്നത്. അപ്പോൾ ആ ഒരു മനോഭാവത്തോടു കൂടി വേണം നിങ്ങൾ ഈ തിരുവചനം കേൾക്കുവാനായിട്ട്. ദൈവസഭയുടെ ഒന്നാമത്തെ, ക്രിസ്തുവേശു ഈ ഭൂമിയിൽ സ്ഥാപിച്ച ദൈവസഭയുടെ ഒന്നാമത്തെ ഉപദേശം മാനസാന്തരമാണ് ദൈവസഭയുടെ ഒന്നാമത്തെ ഉപദേശം. ദൈവവചനം പറയുന്നു, നീതിമാൻ ഒരുവൻ പോലുമില്ല, സകലരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായിത്തീരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാനസാന്തരം ആവശ്യമാണ്. രണ്ടാമത്തെ ഉപദേശം എന്ന് പറഞ്ഞാൽ, മാനസാന്തരപ്പെട്ട വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലുമാണ് വീണ്ടും ജനനം പ്രാപിക്കുന്നത്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. മൂന്നാമത്തെ ഉപദേശമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെടുക എന്നുള്ളത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ.
ആ നിത്യമായ മരണത്തിൽ നിന്നും വീണ്ടെടുപ്പ്, അതായത് മോചനം പ്രാപിക്കുക. മരണശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടിരിക്കുക. ആ മരണത്തിൽ നിന്നും പാപത്തിൻ്റെ ശമ്പളമായ ആ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുക, മോചിക്കപ്പെടുക. അതാണ് നാലാമത്തെ ഉപദേശം, ദൈവ സത്യസഭയുടെ നാലാമത്തെ ഉപദേശം. മൂന്നാമത്തെ ഉപദേശം അതാണ്. 1 മാനസാന്തരപ്പെടുക, 2 വീണ്ടും ജനനം പ്രാപിക്കുക, 3 രക്ഷിക്കപ്പെടുക. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ, തിരുവചനം പറഞ്ഞ ഇതാണ്, യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതാണ് വചനപ്രകാരമുള്ള രക്ഷിക്കപ്പെടുവാൻ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം. അതാണ് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമാകുവാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇതാണ്. അപ്പം മൂന്നാമത്തെ പ്രമാണം, ദൈവസഭയുടെ മൂന്നാമത്തെ പ്രമാണം രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. നാലാമത്തെ പ്രമാണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് മുഴുകൽ സ്നാനം, വെള്ളത്തിൽ മുങ്ങി സ്നാനം ഏൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് മാതൃക കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്നതും അപ്പസ്തോലന്മാർ കാണിച്ചു തന്നതും അപ്പസ്തോലന്മാർ ചെയ്തതും അതുതന്നെയാണ്. അപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുക. അതാണ് നാലാമത്തെ സത്യസഭയുടെ ഉപദേശം. അഞ്ചാമത്തെ ഉപദേശം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. കർത്താവായ യേശുക്രിസ്തു പിതാവിനോട് വാങ്ങിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചു തന്ന കാര്യസ്ഥനായ സഹായകനായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ആ പരിശുദ്ധാത്മാവിനാൽ സ്നാനം സ്വീകരിക്കുക. അതാണ് അഞ്ചാമത്തെ ഉപദേശമെന്ന്, ദൈവസഭയുടെ അഞ്ചാമത്തെ ഉപദേശമെന്ന് പറയുന്നത്. അതാണ് പെന്തക്കോസ്ത് നാൾ 2-ാം അധ്യായം, അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനങ്ങളിൽ പറയുന്ന ആ ആത്മസ്നാനമാണ് അവർക്ക് ലഭിച്ചത്. 120 പേർക്ക് ലഭിച്ചത് അതാണ്. അപ്പോൾ ആ ആത്മസ്നാനം പ്രാപിക്കുക. ഇനി 6-ാമത്തെ ഉപദേശമെന്ന് പറഞ്ഞാൽ വേറുപാട് ആചരിക്കുക എന്നുള്ളതാണ്. വേറുപാട് ആചരിക്കുക. നമ്മൾ കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വേറുപാടിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതിൽ നിന്നാണ് വേർപെട്ടിരിക്കുക. അങ്ങനെ വേറുപാട് ആചരിക്കുക. കാര്യം ഈ ലോകത്തിൽ നിന്നും, ഈ ലോകത്തിലുള്ളതിൽ നിന്നും, പഴയ മനുഷ്യനിൽ നിന്നും, അതായത് നീതിമാൻ ഒരുവൻ പോലുമില്ല, സകലരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന്, അതായത് അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വേറുപെട്ട് ജീവിക്കുക, അത്ഭുത പ്രകാശമാകുന്ന ക്രിസ്തുവേശുവിൽ വസിക്കുക. അതാണ് വേറുപാട് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ വേറുപാട് അനുഷ്ഠിക്കുക. വേറുപാടിൽ നമ്മൾ വേർപെട്ട് പോരുക, എല്ലാ മലിനതകളിൽ നിന്നും വേർപെട്ട് പോരുക. അങ്ങനെ വേർപെട്ട് പോന്നിട്ട് ഈ പറഞ്ഞ ആ ഇതിലാണ്. പിന്നെ അതിൻ്റെ അടുത്തത് വേർപെട്ടിരിക്കുക. അതായത് ലോകത്തിൽ നിന്നും, ലോകത്തിലുള്ളതിൽ നിന്നും, അത് അശുദ്ധിയിൽ നിന്ന്, ലോകത്തിലുള്ളതെന്ന് വെച്ചാൽ ആ അശുദ്ധം ഇതിൽ നിന്നാണ്. കാര്യം ലോകം വിട്ടു പോകാനല്ല പറയുന്നത്. ആ അശുദ്ധമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോരുക എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ലോകത്തിലായിരിക്കും. അപ്പോൾ അതിന് സഹായിക്കാൻ വേണ്ടി, അങ്ങനെ സഹായിക്കാൻ വേണ്ടിയാണ്, വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഈ വേറുപാട് ജീവിതം നയിക്കാൻ കഴിയത്തില്ല. കാര്യം ദൈവം പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് സാധ്യമല്ല, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതാണ് കർത്താവ് ദൈവം ആ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയാക്കിയത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വേറുപാട് വിശുദ്ധ ജീവിതം നയിക്കാൻ തക്കവണ്ണം കഴിയും. ഇനി ഈ 7-ാമത്തെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം കൂട്ടായ്മ, അതായത് വേറുപാട് അനുഷ്ഠിക്കണം. 7 വേറുപാട് അനുഷ്ഠിക്കുക. വേറുപാട് എന്നുള്ള ഞാൻ പറഞ്ഞുള്ളൂ. വേറുപാടെന്ത് ഉപദേശം എന്താണെന്ന് പറഞ്ഞു. ആ വേറുപാട് ആചരിക്കുക. അതുപോലെ തന്നെ അത് വേറുപാടിന് കഴിഞ്ഞ് കൂട്ടായ്മ ആചരിക്കുക. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സത്യസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുക, ദൈവിക ബന്ധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുന്നത്. ഇനി ഈ കൂട്ടായ്മയിൽപ്പെട്ട കാര്യമാണ്, കൂടി വരുമ്പോൾ കൂട്ടായ്മയിൽപ്പെട്ട കാര്യങ്ങളാണ് ബാക്കിയുള്ള ഉപദേശങ്ങൾ. അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിക്കുക, അതായത് ദൈവത്തെ ആരാധിക്കുക,
ദൈവത്തെ ആരാധിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിക്കുക. ഇതാണ് ഇത് മൂന്നും ഈ കൂട്ടായ്മയിൽപ്പെട്ട ഉപദേശത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ ഏഴ് ഉപദേശങ്ങൾ ഇത് നമുക്ക് വേണമെങ്കിൽ 9, 8 9 ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്, ദൈവശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഒന്നായിട്ട് തന്നെ, അതായത് കൂട്ടായ്മ എന്നുള്ള ബന്ധത്തിൽ ഇത് മൂന്നും അടങ്ങിയിട്ടുണ്ട്. അതായത് കൂട്ടായ്മ, അപ്പം നുറുക്കുക, ആരാധന, പ്രാർത്ഥന, ഇത് മൂന്ന്. മനസ്സിലായില്ല? അതായത് ദൈവത്തോടുള്ള ആരാധന, കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തെ ആരാധിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിക്കുക, ഇതെല്ലാം കൂട്ടായ്മയ്ക്ക് ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കൂട്ടായ്മ, ഇതാണ് ഈ സത്യസഭയുടെ ഉപദേശം. ഇതാണ് ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സത്യസഭയുടെ ഉപദേശം. അതാണ്. അപ്പം നിങ്ങളെ കേൾക്കുന്ന പാരമ്പര്യ സഭ, അതായത് മാർപ്പാപ്പ മുതൽ ഇങ്ങോട്ട് താഴെയുള്ള അച്ഛന്മാർ, വൈദികർ, പുരോഹിതർ അല്ലെങ്കിൽ അവർക്ക് താഴെയുള്ള വിശ്വാസികൾ, ഈ മാർപ്പാപ്പയുടെ കീഴിലുള്ള ഭരണത്തിന് കീഴിലുള്ള ആ സഭകൾ ഇപ്രകാരമാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുക. ഇപ്രകാരമാണോ നിങ്ങൾ ക്രിസ്ത്യാനികളായി തീർന്നത്, ദൈവമക്കളായി തീർന്നത്, ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നത്? നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് അപ്രകാരമല്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവസഭയിലെ അംഗമല്ല, ദൈവമക്കളല്ല, ദൈവരാജ്യത്തിലെ അംഗമല്ല, നിത്യജീവന് നിങ്ങൾ അവകാശികളോ ഓഹരിക്കാരോ അല്ല. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന. ഇനി ഈ ഉപദേശം എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് വായിക്കാം. ഈ ഉപദേശം ഞാനിപ്പോൾ ഇത് പറഞ്ഞതല്ലേ ഉള്ളൂ. ഈ ഉപദേശം കിടക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത് അപ്പസ്തോലനായ പൗലോസിലൂടെ, ലൂക്കോസ്, സുവിശേഷകനായ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് എഴുതിയ അപ്പസ്തോല പ്രവൃത്തികൾ എന്നുള്ള പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന ഇതാണ്. ഇത് കേട്ടിട്ട് ഈ പറഞ്ഞ 7 ഉപദേശങ്ങളും ഇതിനകത്തുണ്ട്. ഈ പറയുന്ന, അതായത് 2-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ ഉപദേശം കിടക്കുന്നുണ്ട്. ആ ഉപദേശമാണ് ഞാനിപ്പോൾ നിങ്ങളോട് അല്പമായിട്ട് വിവരിച്ച് പറഞ്ഞത്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ അവരെ സാക്ഷ്യം പറഞ്ഞും അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇത് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിലാണ് ഈ സത്യ ഉപദേശം, പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ സത്യ ഉപദേശം, അടിസ്ഥാന ഉപദേശം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വായിക്കുക. ഇതിന് അനുബന്ധമായിട്ട് ഇനി തുടർന്നുള്ള വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അപ്പോൾ ഇനി മുതൽ ഈ ദൈവവചനത്തിൻ്റെ പഠനം, ഇനി മുതലുള്ള പഠനങ്ങൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വചനം അങ്ങനെ തന്നെയോ എന്ന്, കാര്യം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, അവർ തിരുവചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു പോന്നു. അപ്പോൾ കേൾക്കുന്ന വചനം അങ്ങനെ തന്നെയാണോ എന്ന്. നിങ്ങളിപ്പോൾ എന്നോടല്ല, മറ്റാരോട് നിങ്ങൾ തിരുവചനം കേട്ടാലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകം ബൈബിളിൽ വന്ന് അത് നോക്കിയിട്ട്, ആ തിരുവചനം നോക്കിയിട്ട് അത് അങ്ങനെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തണം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് ആ ശരി നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ സത്യവചനത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിൽ പറയുന്ന എല്ലാ ഇതും, ആ വാഗ്ദാനങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾ യഥാർത്ഥ സത്യസഭയുടെ അംഗങ്ങളായിത്തീരുവാൻ, ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാനും, ദൈവരാജ്യത്തിനും നിത്യതയ്ക്കും അവകാശികളും ഓഹരിക്കാരുമായി തീരുവാൻ ഇടയായിത്തീരും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു, അനുഗ്രഹങ്ങൾ നേരുന്നു. ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ, കണ്ണുകൾ പ്രകാശിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ
പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവിക സന്ദേശം ചുരുക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം. മാറാനാഥ, മാറാനാഥ, മാറാനാഥ.